അങ്ങനെ കുറേ കാലത്തെ പ്ലാനിങ് ശേഷം ഞങ്ങളൊരു ഫാമിലി ടൂറുള്ള തയ്യാറെടുപ്പിലാണ്. സ്ഥലം തപ്പി ഞങ്ങൾക്ക് അവസാനം കിട്ടിയത് വയനാടാണ്. വൈക്കുന്ന കഴിക്കാനുള്ള ഫുഡ് സെറ്റ് ചെയ്യാനാണ് നിങ്ങൾ കറി പൊറോട്ട സംതിങ്. അതിൻ്റെ ഇടയിൽ എളാപ്പാക്ക് ഒരു ബാഗ് കളഞ്ഞിട്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ ഡ്രൈവർ മച്ചാൻ. സാപ്പിളാപ്പ വണ്ടി കയറിയപ്പോൾ തന്നെ മൂത്തമാക്ക് പോസൊക്കെ കാണിച്ചിരിക്കുന്നു. എല്ലാവരും മൂത്തും ടൂർ പോണ ഹാപ്പിനെസ് കാണാണ്ട്. അപ്പോൾ ഈ കാണാനാണ് നമ്മുടെ ഫാമിലി. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നത് അബീബ്. കുട്ടികളെ തൊപ്പി തലമിട്ട് കണ്ട് മെയിനാണ് അമ്മളാപ്പ. വെറുതെ ഒന്ന് കുലിങ്ങനെ സെക്യൂർ, വെറുതെ ക്യൂട്ട്നെസ് വാരിയാണ് നമ്മളെ കൊണ്ടാട്ടി. യോയോ പൂസറിനാണ് നമ്മളെ കുട്ടിപ്പെട്ടാണ്. എല്ലാവരും ടൂർ പോണ പോലെ. അപ്പോൾ തന്നെ മോങ്കാക്ക് മൈക്കിൽ കൂടെ എന്തൊക്കെയാണ് പറയുന്നത്. കലാപരിപാടിക്ക് തുടക്കം കുറിച്ചിട്ട് ഏളാപ്പ ഒരു സ്റ്റെപ്പ് തന്നെ ഇട്ടെന്നു. ഏളാപ്പ സ്റ്റെപ്പ് ഇട്ടാണ്ട് കുട്ടികൾ ഇറങ്ങിക്കണു. കുട്ടികളിട്ട പിന്നെ നമ്മൾ നോക്കിക്കണം. സുബി വാങ്ങിക്കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അടുത്ത് കണ്ട പള്ളിയിൽ കയറി നിസ്കരിച്ചു. വയനാട് ചുരം കയറിയപ്പോൾ ഞങ്ങളെല്ലാവരും മോർണിംഗ് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പെടുന്നു. ഫുഡ് കൊടുന്ന് വെച്ച് എളാപ്പാരെല്ലാവർക്കും പ്ലേറ്റും ഗ്ലാസും കൊടുക്കൽ തുടങ്ങി. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട ശേഷം പൊറാട്ടയും കറിയും ഞമ്മക്കും കിട്ടി. ഇത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി പറ്റാത്തവർക്ക് മീൻ കറി ഉണ്ട്, പക്ഷെ നമുക്ക് രണ്ടും പറ്റും. അതുകൊണ്ട് നമ്മൾ രണ്ടും എടുത്തു. നമ്മൾ ചായ എടുത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും ചായ ഇവിടെ കഴിഞ്ഞിരുന്നു. ചായ കൂടി ഇനി ബസ് കയറിയതും എളാപ്പാൻ്റെ കുട്ടിൻ്റെ കിട്ടില്ല പാട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് തുഷാഗിരി വെള്ളച്ചാട്ടത്തേക്ക്. മെയിൻ റോഡ് മുതൽ 200 മീറ്റർ ഉള്ളിലോട്ട് നടക്കാണ്ട്. സീസൺ ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു വല്ല തിരക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അകത്തോട്ട് കയറാനുള്ള പ്രവേശന ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ് എളാപ്പാരിട്ടും. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. വെള്ളച്ചാട്ടം കാണാനുള്ള കറക്റ്റ് സ്പോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയറ്റം കയറി നടക്കണം. അധികമൊന്നുമില്ല, ഒരു 200 മീറ്റർ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാം. കുറച്ച് കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതിന് കുറച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ. അത് കഴിഞ്ഞ് പൂക്കോട് വെള്ളത്തടാകത്തേക്കാണ് ഞങ്ങൾ പോയത്. എവിടെയും ടിക്കറ്റ് എടുക്കുക എളാപ്പൻ്റെ മുന്നിൽ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുന്ന രംഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തേന്, ചായപ്പൊടി, ചോക്ലേറ്റ് തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. തടാകത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. പൂക്കോട് തടാകത്തിലൂടെയുള്ള കയാക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അവിടുന്ന് ചോളാപ്പൂരി ഐസ്ക്രീം ഒക്കെ തിന്ന് പോരാൻ നേരത്ത് അമ്മായിൻ്റെ ഐസ്ക്രീം കുരങ്ങ തട്ടി പറിച്ചു. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. എൻ്റെ വിഷമത്തിലാണ് അമ്മായിക്കണ്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ മീൻമുട്ടി വാട്ടർഫാൾസൊക്കെ യാത്ര തിരിച്ചു. നട്ടുച്ചായപ്പത്തിന് പിന്നെ വെള്ളം പൈസ തുടങ്ങി. അപ്പത്തിന് മോങ്കാക്കു ബിരിയാണിൻ്റെ ദമ്മൊട്ടിച്ച് വളമ്പിൽ തുടങ്ങി. മോങ്കാക്കുൻ്റെ ഈ ബിരിയാണി വിളമ്പിൽ ആകാംക്ഷയോടെ നോക്കിക്കണ പിന്നിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പത്തിന് ഒരു തിലക്കുന്ന ഫുഡ് കഴിക്കലും തുടങ്ങി. ഭക്ഷണം കഴിച്ച് പാത്രം ഗ്ലാസ് വഴിയിൽ ഒഴിവാക്കുന്ന ശീലം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് കവർ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് കുറച്ച് മുളക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾ മല കയറും. ഞങ്ങളെ ബസ് വലുതായതുകൊണ്ടും പിന്നെ അവിടെ തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നടന്ന് കയറി. ടിക്കറ്റ് എടുക്കാൻ കാത്തുക്കാണ് എല്ലാവരും. അതിൻ്റെ ഇടയിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു അർക്കുണ്ട് എന്നല്ലേ നമ്മൾ പറച്ചില്. ആ അർക്കാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറഞ്ഞ മാതിരിയാണ് ഈ യാത്ര. മനോഹരമായ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റിസ്ക് എടുക്കണം. സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ വരുന്നത്. നമ്മളെ ചെറിയളാപ്പിയാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ആ കാണുന്ന മല കയറാൻ പോവാണ്. അത് കുറച്ചൊക്കെ തളർന്നിരിക്കുന്നുണ്ട്. അവിടെ കുഴങ്ങി കുത്തിറക്കണു. ഒരു ടീം കുഴങ്ങി കുത്തിറക്കണു. പാറന്റെ മുകൾക്ക് കയറുമ്പോഴേ വികാതിരിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് പിടിച്ചാൻ കയറൊക്കെ ഉണ്ട്. നമ്മൾ ആ കാണുന്ന താരത്തിനാണ് വരുന്നത്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ട് കുറച്ചൊക്കെ അത്യാവശ്യം റിസ്ക് എടുത്തിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പാറന്റെ മുകൾക്ക് കയറുന്നത്. മൂത്തമ്മി സാറമ്മായി ചെരുപ്പൊക്കെ കജ്ജി പിടിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ ഗൈസ് ശരിക്കും ടാസ്ക്കാണ്. അപ്പോൾ സൂക്ഷിച്ച് വരിക. ഇങ്ങോട്ട് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ വലിയ അഡ്വഞ്ചർ. അതൊക്കെ മേലെ ഒന്നും പറയാനില്ല. ഇത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഗൈസ് പറയാനുള്ളത്, ഈ ഒരു സ്പോട്ട് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. വയനാട്ടിൽ വന്ന ഈ സ്പോട്ട് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അത്രയും അഡ്വഞ്ചർ പറഞ്ഞാൽ അത്രയും അഡ്വഞ്ചർ. പുള്ളി പറഞ്ഞാൽ വേറെ ലെവല്. ഇങ്ങനെയൊക്കെയാണ് ഒരിക്കലും മല കയറുന്നത്. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിച്ചിട്ട് അത് അവിടുന്ന് അല്ല അതിൻ്റെ അടിയിൽ നിന്ന് തുടത്തിയിട്ട് റോപ്പിലൂടെ പിടിച്ച് കയറി. ഞങ്ങളിപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. ടിക്കറ്റിന് കൊടുത്ത കായ് മുതലായത് ഇവിടെ കേട്ടോ. മഴക്കുറവ് കാരണം വെള്ളം കുറച്ച് കമ്മിയുണ്ട്.
അതുകൊണ്ട് തന്നെ പ്രതീക്ഷ എത്ര വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫൈനൽ കാഴ്ച ഇതാണ് കേട്ടോ മക്കളെ. മുത്തമ്മ എവിടെ മുതലായില്ലേ കേറിന് മുതലായില്ലേ മുത്തമ്മ കേറിന് മുതലായില്ലേ പൈസ ഇവിടെ മുതലായത് ആകെ അഭിപ്രായം സൂപ്പറല്ലേ? അത് മതി. രണ്ടോ